ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇന്ന് നമ്മളെ കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടത് ചെറിയ ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റണം. അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് റീപോർട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ജാറാണിത്. അപ്പോൾ ഈ ജാറിൻ്റെ അടിവശം നമുക്ക് ഹോളുകൾ ഇടണം. അപ്പോൾ ആ ഹോളുകൾ നമുക്ക് ഇടാം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ജാറിൻ്റെ അടിവശം നമ്മൾ തുളയ്ക്കാൻ പോവുകയാണ്. നമ്മളിതിൻ്റെ അടിവശത്ത് 9 ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോട്ടിൻ്റെ അടിവശം ഇങ്ങനെ ഹോളുകൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ വെള്ളം കെട്ടിക്കിടക്കാതെ വാർന്നു പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഹോളുകൾ ഇടുന്നത്. ജാറിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ കുറച്ച് കല്ലിൻ്റെ പീസുകൾ ഇടുവാണ്. ഇനി ഒരു നേരം ചകിരി നമ്മളിടുവാണ്. തൊണ്ടോടുകൂടി ഒരു 3-4 കഷ്ണം ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് പിള്ളച്ചകരിയും കൂടി ഇടുന്നു. ഇത് നമ്മൾ കുറച്ച് കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ മണ്ണ് കൂട്ടിയിട്ടേർന്നതാണ്. നമ്മൾ ചെടിച്ചട്ടി നിറയ്ക്കാൻ വേണ്ടി നമ്മൾ മണ്ണ് കൂട്ടിയിട്ടേർന്നായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ളത് മണ്ണ്, ചകിരിച്ചോറ്, ആട്ടിൻ കാഷ്ടം, അതുപോലെ തന്നെ അല്പം വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടി കൂട്ടി മിക്സാണിത്. ഇതാണ് നമ്മൾ നമ്മുടെ ജാറിലേക്ക് നിറയ്ക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഏത് ജൈവവളമാണോ ഉള്ളത് അത് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ആട്ടിൻ കാഷ്ടം ഇട്ടു, ഉണക്ക ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴി വളമോ ഏത് വേണമെങ്കിലും നമുക്ക് മണ്ണിര കമ്പോസ്റ്റോ ഏതാണോ ഉള്ളത് അത് ഇടുക. മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ജാറിൽ നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ചെടിച്ചട്ടിയിൽ നിന്ന് നമ്മുടെ ഈ കുരുമുളകിനെ ഇങ്ങോട്ട് മാറ്റി നടുവാണ് ചെയ്യേണ്ടത്. ഇപ്പം ഈ മുളക് കണ്ടോ, ഇത് തിപ്പലി ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകല്ല, സാധായുള്ള കുറ്റിക്കുരുമുളകാണ്. പക്ഷെ നമ്മൾ ഈ ജാറുകളിൽ വെച്ചിരിക്കുന്ന എല്ലാം തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന കുറ്റിക്കുരുമുളകാണ് വെച്ചിരിക്കുന്നത്. ഇതും തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഞാനിതെങ്ങനെയാണ് ഇത് കമത്തി ഇതിനകത്തുനിന്ന് മാറ്റുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ പതുക്കെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഇതിങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒന്ന് മുട്ടുകയാണ് ചെയ്യുന്നത്. പതുക്കെ പൊട്ടാതെ, ചട്ടി പൊട്ടാതെ ചെയ്യുക കേട്ടോ. നമുക്ക് കിട്ടി. ഇതിൻ്റെ അടിവശമൊക്കെ വേര് തിങ്ങി തിപ്പിലിയാണിത് മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കണ്ടോ, തിപ്പിലിയുടെ വേരുകളാണ് ഈ കാണുന്നതൊക്കെ. നമുക്കിതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതിനകത്ത് എന്തെങ്കിലും കമ്പ്, അതിനൊരു താങ്ങ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇതിപ്പോൾ തിപ്പിലിയാണ്, ഇത്രയും പോർഷൻ തിപ്പിലിയാണ്, ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ കുരുമുളക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്, ഒരു താങ്ങ് കൊടുക്കുക. ഇനി നമ്മൾ തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ മിക്ക ദിവസങ്ങളും തന്നെ നനച്ചു കൊടുക്കണം. കാരണം തിപ്പിലിക്ക് നന്നായിട്ട് വെള്ളം വേണം. നമുക്കറിയാം, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കണ്ടങ്ങളിലൊക്കെയാണ് നമ്മൾ തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുരുമുളക് നട്ടു വളർത്തുന്നത്. നന്നായിട്ട് വെള്ളം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ തിപ്പിലി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളകിൻ്റെ ദ്രുതവാട്ടത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് തിപ്പിലിയെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള കഴിവ് നമ്മുടെ തിപ്പിലിക്കുണ്ട്. എന്നോർത്ത് മറ്റുള്ള കുറ്റിക്കുരുമുളകിനൊന്നും ഒരു കുഴപ്പവുമില്ല, അത് നന്നായിട്ട് വളർന്നുകൊള്ളും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഈ കുറ്റിക്കുരുമുളക് വെക്കേണ്ടത്? അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക, എന്നാലാണ് നന്നായിട്ട് കുരുമുളകൊക്കെ ഉണ്ടാവുന്നത്. ഒത്തിരി ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ കുറ്റിക്കുരുമുളക് വെക്കാതിരിക്കും. ഒരു പാർഷ്യൽ ഷെയ്ഡ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കുറ്റിക്കുരുമുളക് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഞാനിതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ജൈവ സ്ലറി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ജൈവവളങ്ങൾ ഇടയ്ക്ക് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളക് നമുക്ക് ഈ കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം എല്ലാവരുടെയും വീടുകളിൽ കുറ്റിക്കുരുമുളക് നട്ടു വളർത്തുക. നിങ്ങൾ ചെറിയ ചെറിയ പോട്ടുകളാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോൾ കുറച്ചും കൂടി വളർച്ച ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ വേരുകളൊക്കെ തിങ്ങി എന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് റീപോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വലിയ വലിയ ജാറുകളിലേക്ക് മാറ്റാം.
നമ്മൾ നടുമ്പോൾ ഇങ്ങനെ റീപോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും ഇതിനകത്ത് ചകിരിച്ചോറ് ചേർക്കുക. ചകിരിച്ചോറ് ചേർക്കുകയാണെങ്കിൽ അതിന് മണ്ണിന് നല്ല ഇളക്കം കിട്ടും. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലുള്ള കുരുമുളക് നട്ടു വളർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.